സാധുതകൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ ഇന്ന് മുഴുകുകയാണ്. അതെ, ഇത് ഏറ്റവും ആവേശകരമായ വിഷയമല്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഏത് തലത്തിലും മത്സരിക്കുന്നതിനെക്കുറിച്ച് ഗൗരവമുള്ള ആർക്കും ഇത് നിർണായകമാണ്. ആദ്യം നമുക്ക് തകർക്കാം. യഥാർത്ഥത്തിൽ ഉത്തേജക മരുന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? ലളിതമായി പറഞ്ഞാൽ, ഉത്തേജക മരുന്ന് ഉപയോഗിക്കുന്നത് നിരോധിത പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ പ്രകടനം മെച്ചപ്പെടുത്തുന്ന രീതികളാണ്. അനാബോളിക് സ്റ്റിറോയിഡുകൾ, ഉത്തേജകങ്ങൾ, ഈ മരുന്നുകളുടെ ഉപയോഗം മറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള ചില മാസ്കിംഗ് ഏജന്റുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഇനി എന്ത് ശ്രദ്ധിക്കണം? ന്യായമായ കളി ഉറപ്പാക്കണം. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനും സ്പോർട്സിന്റെ സമഗ്രത നിലനിർത്താനും ഉത്തേജക വിരുദ്ധ നിയന്ത്രണങ്ങൾ നിലവിലുണ്ടെങ്കിലും ഉത്തേജക മരുന്നിൽ പിടിക്കപ്പെടുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇടയാക്കാം. അയോഗ്യതയും സസ്പെൻഷനും മുതൽ നിങ്ങളുടെ പ്രശസ്തിക്ക് എന്നേക്കുമായി കളങ്കമുണ്ടാക്കാം. എന്നെ വിശ്വസിക്കൂ, അത് വിലമതിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി അല്ലെങ്കിൽ വാഡ നിരോധിത വസ്തുക്കളുടെ രീതികളുടെയും വാർഷിക പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. ഈ ലിസ്റ്റ് പതിവായി പരിശോധിക്കുന്നത് ശീലമാക്കുക. കാരണം ഇത് വർഷം തോറും മാറാം. അറിവില്ലായ്മ ഒരു ഒഴികഴിവല്ല. നിങ്ങൾക്ക് ഈ ലിസ്റ്റ് അവരുടെ വെബ്സൈറ്റിലോ നിങ്ങളുടെ സ്പോർട്സ് ഗവേണിംഗ് ബോഡി വഴിയോ കണ്ടെത്തിയേക്കാം. പരീക്ഷണ പ്രക്രിയയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ടെസ്റ്റുകൾ മത്സരത്തിലോ മത്സരത്തിന് പുറത്തോ നടത്താം. അതായത് നിങ്ങൾ എപ്പോൾ വേണം